മക്കളെ, ഇന്ന് നമുക്ക് ബാരിഷ് കെ ബാദ് എന്ന കഹാനിയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി നോക്കാം. കഹാനി കെ ആധാർ പർ സഹി യാ ഗലത്ത് നിശാൻ ലഗായേം എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് കഥയുടെ അടിസ്ഥാനത്തിൽ ശരിയാണോ തെറ്റാണോ എന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെൻറ്റൻസുകൾ വായിച്ചു നോക്കുക. ശരിയാണെങ്കിൽ നമ്മളതിന് ശരി മാർക്ക് ചെയ്യുക, തെറ്റാണെങ്കിൽ തെറ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ബच्चे दोस्ती में मस्त रहते हैं. കുട്ടികൾ ആ ഫ്രണ്ട്ഷിപ്പിൽ മുഴുകിയിരിക്കുന്നു. രണ്ടുപേരും നല്ല ഫ്രണ്ട്സായിട്ട് കളിക്കുന്നതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ രണ്ടുപേരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ തന്നെയാണ്. അപ്പോൾ അതെന്താണ്? അത് ശരിയാണ്. അടുത്തത് ബच्चे बारिश में खेलते हैं. കുട്ടികൾ മഴയത്ത് കളിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. കുട്ടികൾ മഴയത്തല്ല കളിക്കുന്നത്, കുട്ടികൾ മഴയ്ക്ക് ശേഷമാണ് കളിക്കുന്നത് അല്ലേ. അപ്പോൾ ബാരിഷ് മേ ഖേൽത്തെ ഹേ എന്നത് തെറ്റാണ്. അടുത്തത് ബच्चे കാഗസ് കി നാവ് ബനാത്തെ ഹേ. കുട്ടികൾ കടലാസ് തോണി ഉണ്ടാക്കുന്നു. കുട്ടികൾ കടലാസ് തോണി ഉണ്ടാക്കുന്നു എന്താണ്? തെറ്റാണ്. കുട്ടികൾ കടലാസ് തോണിയല്ല ഉണ്ടാക്കുന്നത്, പത്തേക്ക നാവാണ് ഉണ്ടാക്കുന്നത്. ഇല കൊണ്ടുള്ള തോണിയാണ് ഉണ്ടാക്കുന്നത്, പത്തേക്കി നാവ് അല്ലേ. അടുത്തത് പത്തേക്കി നാവ് പലട്ട് ജാത്തി ഹേ. ഇല കൊണ്ടുണ്ടാക്കിയ തോണി, ഇലത്തോണി മറിഞ്ഞു പോകുന്നു. ശരിയാണ്, അവരുടെ ഇലത്തോണി മറിഞ്ഞു പോകുന്നുണ്ട്. ശരിയാണ്. അടുത്തത് ഗോകുൽ ഗായ് ബർസാത്തി മൗസമ്മേ ദിഖ്തി ഹേ. ശരിയാണ്, ഗോകുൽ ഗായ്കളെ മഴ സീസണിലാണ് കാണുന്നത്. ശരിയാണ്. കീച്ചഡ് മേ ഗിർനെ പർ ഗുഡ്ഡു രോത്താ ഹേ. ചളിയിൽ വീണപ്പോൾ ഗുഡ്ഡു കരയുന്നു. രോന പറഞ്ഞാൽ കരയുക, രോത്താ ഹേ കരയുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ്. ചളിയിൽ വീണിട്ട് ഗുഡ്ഡു എന്ത് ചെയ്യുന്നില്ല? കരയുന്നില്ല, ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് 3 തെറ്റും 3 ശരിയുമാണ് കിട്ടിയത്. ഇനി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. പത്തേക്കി നാവ് പലട്നെ പർ ക്യാ ഹുവാ ജോഡ് കർ ലിഖേ. കടലാസ് തോണി ഇലത്തോണി മറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? നിങ്ങളോട് ജോഡ്കർ ലിഖേ, ഇതൊക്കെ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചീംട്ട ഉറുമ്പിന് എന്ത് സംഭവിച്ചു? പാനിമേ തയർക്കർ ടഹനി പർ ആകയ അല്ലെ. ചീംട്ട എന്താ ചെയ്തത്? വെള്ളത്തിൽ നീന്തി ഒരു മരക്കൊമ്പിലേക്ക് പിടിച്ച് കയറുകയാണ് ചെയ്തത്. ആര്? ചീംട്ട ചെയ്തത്. അടുത്തത് ലാൽ കാല കീട. ചുമപ്പും കറുപ്പും നിറമുള്ള ആ കീടം അത് എന്താണ് ചെയ്തത്? ഉൾട്ടി ബത്തി നാവ് കെ ബീച്ച് ബാഹെ പാനി കെ അന്തർ ചലാ ഗയ പത്തേക്ക് നാവ് സെ നീച്ചെ ദിക്കായി. പത്തേക്ക് നാവ് കെ നീച്ചെ ദിക്കായി പട അല്ലെ. ഇലത്തോണിയുടെ അടിയിലാണ് ഈ ചുമപ്പും കറുപ്പുമുള്ള കീടത്തിനെ കണ്ടത്. തോണി മറിഞ്ഞപ്പോൾ അതിനെ എവിടെയാ കണ്ടത്? ആ ഇലത്തോണിൻ്റെ അടിയിലായിട്ടാണ് കണ്ടത്. അടുത്തത് ഗുഡ്ഡു ഓർ ഗുഡലി. ഗുഡ്ഡു ഓർ ഗുഡലി ഉൾട്ടി ബത്തി പാനി കെ പീച്ചെ ഭാഗെ അല്ലേ. ഗുഡും ഗുഡലിയും മറിഞ്ഞൊഴുകുന്ന, തല കീഴായി മറിഞ്ഞു ഒഴുകുന്ന തോണിക്ക് പിന്നാലെ ഓടിച്ചെന്നു. അതിലുള്ള യാത്രക്കാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഓടിച്ചെന്നു അല്ലേ. അപ്പം ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത് കേഞ്ചുവ. കേഞ്ചുവ മണ്ണിര പാനിക്ക് അന്തർച്ചലക. വെള്ളത്തിൻ്റെ അടിയിലേക്ക് എവിടേക്കോ പോയി അല്ലേ. വെള്ളത്തിൻ്റെ അടിയിൽ എവിടെയോ പോയി തോണി മറിഞ്ഞ സമയത്ത് കേഞ്ചുവേനെ പിന്നെ കണ്ടിട്ടില്ല. കേഞ്ചുവ മണ്ണിര, അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയില്ലേ. ഇനി അടുത്തത് നോക്കാം. ബാരിഷ് കെ മൗസമ്മേ ഗുഡ്ഡു ഓർ ഗുഡലിനെ ക്യാ ക്യാ കിയേ കഹാനി സേ ചുൻകർ ലിഖേ. ബാരിഷ് കെ മൗസം, ആ മഴ സമയത്ത് ഗുഡ്ഡും ഗുഡലി എന്തൊക്കെയാണ് ചെയ്തത്? 3 കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. അവർ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ കഥയിൽ പഠിക്കാനുള്ളത് അല്ലേ. അതിൽ 3 എണ്ണം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 1, അവർ ഇല കൊണ്ട് തോണി ഉണ്ടാക്കുന്നു. 2, അതിൽ യാത്രക്കാരെ പിടിച്ചിരുത്തുന്നു. പിന്നെന്താണ്? ഗുഡു മരം പിടിച്ച് കുലുക്കുന്നു അല്ലേ. അങ്ങനെയുള്ള ചെറിയ 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. എഴുതിയത് നോക്കാം. ഗുഡ്ഡു ആർ ഗുഡലി ഗോകുൽ ഗായോം കോ ടൂണ്ടത്താ ഹെ. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഗുഡ്ഡുവും ഗുഡലിയും ഗോകുൽ ഗായ്കളെ തിരയുന്നു. രണ്ടാമത് എഴുതിയത് ചാന്ദിനി കെ ബെഡ് കോ ജോർ സെ ഹിലാക്കർ ഗുഡ്ഡുനെ ഗുഡലി കോ തർബദർ കർ ദിയ. ചാന്ദിനി മരം പിടിച്ച് നമ്പ്യാർവട്ട മരം പിടിച്ചു കുലുക്കിയിട്ട് ഗുഡ്ഡു ഗുഡലിയെ നനയ്ക്കുന്നു.
അത്രയും നിങ്ങൾക്ക് എഴുതാൻ പ്രയാസമുണ്ടെങ്കിൽ ചാന്ദിനി പേട് പിടിച്ചു കുലുക്കുന്നു അത്ര എഴുതിയാലും മതി കേട്ടോ. ചാന്ദിനിക്ക് പേടുക്കോ സോർ സെ ഹിലായ, ഹിലായ, ഹിലാക്കർ ഗുഡുവിനെ ഗുഡലിക്കോ തർബദർ കർ ദിയ എന്നുള്ളതിന് പകരം ചാന്ദിനിക്ക് പേടുക്കോ സോർ സെ ഹിലായ, നമ്പ്യാർ വട്ടമരം പിടിച്ചു കുലുക്കുന്നു. ഹിലായ കേട്ടോ, ഹിലായ. ഇവിടെ ഹിലായ അത്ര എഴുതി നമുക്ക് നിർത്താം. ഗുഡു കീച്ചട് മേം ഫിസൽ കർ ഗിർ ഗയ. ഗുഡു ചളിയിൽ വഴുതി വീണു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ये शब्द पढ़ें, कहानी से इनकी विशेषता बताने वाले शब्द चुनकर लिखें. അതായത് വിശേഷൻ ശബ്ദമാണ് ഇവിടെ തന്നിരിക്കുന്നത്. വിശേഷൻ ശബ്ദമാണ് നമ്മൾ ഇവിടേക്ക് എഴുതേണ്ടത്. ഇവിടെ വിശേഷിയാണ് തന്നിരിക്കുന്നത്. മിട്ടി, മണ്ണ്, മണ്ണിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? വിശേഷൻ ശബ്ദമാണ് നമ്മൾ എഴുതേണ്ടത്. ഗീലി മിട്ടിയിലെ നനഞ്ഞ മണ്ണ്, നനഞ്ഞത് എന്നാണ് ഇവിടെ മണ്ണിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നനഞ്ഞ മണ്ണ് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഗീലി മിട്ടി, നനഞ്ഞ മണ്ണ്. പിന്നെ കീട, അതുപോലെ തന്നെ കീട എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ലാൽ കാലേ കീട, അല്ലെ, കറുപ്പും ചുമപ്പും നിറത്തിലുള്ള കീടം. അതുപോലെ തന്നെ തോണി, എന്ത് തോണിയാണ്? പത്തേക്ക് നാവ്. അങ്ങനെ എല്ലാത്തിനെയും ഇവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എഴുതിയത് നോക്കാം. ഗീലി മിട്ടി, നനഞ്ഞ മണ്ണ്. ലാൽ കാല കീട, ചുമപ്പും കറുപ്പും നിറത്തിലുള്ള കീടം. ലാൽ കാല കീട, ചുമപ്പും കറുപ്പും നിറത്തിലുള്ള കീടം. പത്തേക്ക് നാവ്, ഇലയുടെ തോണി. ബർസാത്തി നാലേ, നാലേ എങ്ങനെയാണ് പറഞ്ഞത്? ബർസാത്തി. അടുത്തത് ചോട്ടാ മേണ്ടക്, ചോട്ടാ മേണ്ടക്. കാലാമൂഹ്, കാലാമൂഹ്. അത്രയാണ് നമ്മൾക്ക് വിശേഷൻ എഴുതാനുള്ളത്. വിശേഷൻ ശബ്ദമാണ് നമ്മളിപ്പോൾ എഴുതിയത്. മിട്ടി എന്നതിൻ്റെ വിശേഷണം, മിട്ടി എന്നതിനെ ഗീലി, നനഞ്ഞത്, നനഞ്ഞ മണ്ണ് എന്ന് വിശേഷിപ്പിച്ചു. ഓക്കെ, ബാക്കിയൊക്കെ പറഞ്ഞു തന്നല്ലോ. ഇനി അടുത്തത് നോക്കാം. ഡയറി എഴുതാനാണ്. ബാഗ് ദൗഡ്മേ ഗുഡു ഫിസല. അങ്ങനെ അവരുടെ ആ വെപ്രാളം പിടിച്ചുള്ള ഓട്ടത്തിൽ ഗുഡു വഴുതി വീണു. വഴുതി ഓർ ജാക്കർ കീച്ചടുമേ, എന്നിട്ട് വഴുതിയിട്ട് കീച്ചടുമേ ദം സേ ഗിർ ഗയ, ആ ചളിയിൽ ദം സേ ഗിർ ഗയ, ദം എന്ന ശബ്ദത്തോടു കൂടി വീണു. ഗർ ആക്കർ ബി ഗുഡു ഹസ്താ രഹ. വീട്ടിലെത്തിയിട്ടും അവൻ ചിരി അടക്കാനായില്ല, അല്ലെ. വീട്ടിലെത്തിയിട്ടും അവൻ ചിരിക്കുകയാണ്. അവന് ചിരി അടക്കാൻ പറ്റിയില്ല. വഹ് യാദോമേ ഗോഗയ. അവൻ ഓർമ്മകളിലേക്ക് പോയി. ആ ഓർമ്മകൾ ഗുഡു ഡയറി ആയിട്ട് എഴുതുന്നതാണ് നമ്മൾ ഗുഡുവിൻ്റെ ഡയറി തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവരുടെ ആ കളിക്കുമ്പോഴുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അവൻ ചളിയിൽ വീണത്, മരം പിടിച്ച് കുലുക്കിയത് എല്ലാം അവൻ ഓർമ്മയായിട്ട് ഡയറിയിൽ എഴുതുന്നു. ആ ഡയറി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഗുഡുവിൻ്റെ ഡയറി നോക്കാം. ഗുഡുവിൻ്റെ ഡയറി എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡേറ്റ് എഴുതണം. ഡേറ്റ് എഴുതാം. പിന്നെ ഡേറ്റ് എഴുതണം. പിന്നെ എഴുതേണ്ടത് ദിവസമാണ്. ഡേറ്റ്, ദിവസം രണ്ടും എഴുതിയിട്ടുണ്ട്. 20/10/2025 ഡേറ്റ് എഴുതിയത്. ദിവസം എഴുതിയത് ശനിവാർ എന്നാണ്. ഈ രണ്ടെണ്ണം നമുക്ക് ഏത് സൈഡിൽ എഴുതാം കേട്ടോ. ഈ സൈഡിൽ വേണമെങ്കിൽ എഴുതാം, അതല്ലെങ്കിൽ നേരെ വേണമെങ്കിൽ നേരെ എഴുതാം. ഡയറിക്ക് അങ്ങനെ എഴുതിച്ചിട്ട് കുഴപ്പമില്ല, എങ്ങനെ എഴുതിയാലും ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആജ് ഖുശി കാ ദിൻ ദാ. ഇന്ന് സന്തോഷമുള്ള ദിവസമായിരുന്നു. ഗുഡലി കെ സാത്ത് ബർസാത്തി നാലേ മേ ഗേല. ഗുഡലിയോടൊപ്പം ബർസാത്തി നാലയിൽ, തോടിൽ കളിച്ചു. പത്തേക്ക് നാവ് ബനാക്കർ തൈരായ. ഇല കൊണ്ടുള്ള തോണി ഉണ്ടാക്കി ഒഴുക്കി. നാവ് പലട്ട് ഹോഗയി. തോണി മറിഞ്ഞു പോയി. മേനെ ചാന്ദിനിക്കെ പേട് ജോർ സേ ഹിലായ. ഞാൻ നമ്പ്യാർ വട്ടമരം ശക്തമായി പിടിച്ചു കുലുക്കി. ഗുഡലി തർബദർ ഹോഗയി. ഗുഡലി ആകെ നനഞ്ഞു പോയി. തർബദർ എന്നാണ് കേട്ടോ മക്കളെ, അതവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. തർബദർ, നമ്മൾ ഇവിടെ തർബദർ തർബന എന്നാണ് വന്നത് കേട്ടോ. ബാന്ന് എഴുതുക,
പിന്നെ താന്ന് എഴുതാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച തന്നെയാണിത്. തർബദർ ട്ടാ. തർബദർ എന്ന് പറഞ്ഞാൽ ആകെ നനഞ്ഞ് കുളിക്കുക. തർബദർ ഹോഗയി. ഇത് വേണ്ട. തർബദർ ഹോഗയി. വഹ് മേരെ പീച്ചെ ദൗഡ. അവൾ എൻ്റെ പിന്നാലെ ഓടി. മേം കീച്ചട് മേം ഗിര. ഞാൻ ചളിയിൽ വീണു. ഹം ദോനോ ഹസ്നെ ലഗ. ഞങ്ങൾ രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി. ഇത്രയാണ് ഗുഡുവിൻ്റെ ഡയറി എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഗുഡലിയുടെ ഡയറിയും അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യനും പിന്നെ ഇതെന്ന് വരുന്ന വാർത്താലാപ് എല്ലാം അടുത്ത ക്ലാസ്സിൽ നോക്കാം. എക്സാമിന് വരാൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.